ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാണ്ടിരുന്ന ഒരു കമ്പനിയാണ് C3. അവർ വലിയ പ്രോമിസുകൾ കൊണ്ടാണ് വന്നത്. ആദ്യം C5 ആക്ട്രോസ് ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ C3 ലൈനപ്പ് ഇറക്കി. C3 ലൈനപ്പാണ് അവരുടെ ഒരു ബഡ്ജറ്റ് ഓഫറിംഗ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പെട്രോൾ C3 ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ ഇലക്ട്രിക് C3, ഈ C3 എന്ന് പറയും. അതിൻ്റെ തൊട്ട് മുകളിൽ C3 എയർക്രോസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും C3 എയർക്രോസിൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ട്. അതിന് മുമ്പ് ഈ വർഷം പകുതി ആകുമ്പോഴേക്കും സിട്രോയിൻ്റെ പുതിയ വാഹനം, അതായത് C3X എന്ന് പറയുന്ന ഒരു കൂപ്പെ SUV, ഇത് കൂപ്പെ SUV ആയിട്ട് തന്നെയായിരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ആദ്യം C3 ഇറക്കിയ സമയത്ത് അവർ ഹാച്ച് പാക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത്, അതിന് SUV എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്തായാലും ഈ വണ്ടിയുടെ കേസിൽ അവർ SUV എന്ന് തന്നെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് C3X എന്ന് പറയുമ്പം ഗ്ലോബലി സിട്രോയിൻ X എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത് അവരുടെ കൂപ്പെ ലൈക്ക് ഡിസൈൻ ഫോമാറ്റ്, അതായത് ഈ നോച്ച് ബാക്ക് ടൈപ്പിൽ നിൽക്കുന്ന വണ്ടികളുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കൂടുതലായിരിക്കും. പക്ഷേ എന്നാൽ വണ്ടി കാണുമ്പോൾ നമുക്കൊരു സെഡാൻ പോലെ തോന്നും. പക്ഷേ എന്നാൽ ബൂട്ട് തുറക്കുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ഫുള്ള് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ബാക്കിലത്തെ വിൻഷീൽഡ് അടക്കം എല്ലാം പൊങ്ങും. ജസ്റ്റ് ഈ ബൂട്ട് മാത്രമായിരിക്കില്ല. അത് സ്കോഡ അവരുടെ ഒക്ടാവിയൊക്കെ വെച്ച് ചെയ്തിരുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ നോച്ച് പാക്ക് ഡിസൈനിൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 30 lakhs താഴത്തൊക്കെ ഒക്ടാവിയ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പണ്ട് 30 lakhs ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് 30 lakhs ഒക്കെ ആയത്. പിന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒക്ടാവിയ എന്ന് പറഞ്ഞൊരു വണ്ടി തന്നെ നമുക്ക് ഇന്ത്യയിലില്ല. അത് അവർ ഈ എമിഷൻസിൻ്റെയൊക്കെ പ്രശ്നം കാരണം നിർത്തി. പക്ഷേ അതേസമയം ടിഗ്വാനും കോഡിയാക്കൊക്കെയാണ് വരുന്നത്. എനിവേ അത് പോട്ടെ, നമുക്ക് ഈ വാഹനത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ ഈ വാഹനം ഇപ്പം ലോഞ്ചിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. സിട്രോയിൻ ഈ വാഹനത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു കുറച്ച് കാലമായിട്ട്. കാരണം ഇത് ഒന്നെങ്കിൽ ഇത്തിരി കൂടെ നേരത്തെ ലോഞ്ച് ചെയ്യാൻ അവർ വിചാരിച്ചിരുന്ന വാഹനമായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാരുടെ മൊത്തത്തിലുള്ളൊരു ഫീഡ്ബാക്ക് അവർക്ക് ലഭിച്ചു. ആൻഡ് ഫൈനലി അവരത് നോക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇവരുടെ വണ്ടികളിലൊക്കെ പൊതുവെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കില്ല എന്നുള്ളതായിരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അവർ വല്ലാണ്ട് കോസ്റ്റ് കട്ട് ചെയ്യും. അതിപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ആദ്യം ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതായത് നമ്മളൊരു വണ്ടി എന്ന് പറയുമ്പോൾ ആദ്യം തൊടുന്ന അതിൻ്റെ ഡോർ ഹാൻഡിൽ ആയിരിക്കുമല്ലോ, അതിൽ നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഡോർ ഹാൻഡിൽസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പിടിക്കുമ്പോൾ ഒരു വലിയ പ്രീമിയം ഫീലൊന്നും കിട്ടില്ല. അതുപോലെ തന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഇൻഫോടൈം സിസ്റ്റം മാത്രമേ അവർ നല്ലത് തരും. ബാക്കി ഇപ്പം ഓട്ടോ AC ഇന്നത്തെ കാലത്ത് വരുന്ന ഇത്രയും പ്രൈസുള്ള വണ്ടികൾ, അതായത് ഇപ്പോൾ C3 എയർക്രോസ് പോലുള്ള വണ്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, പിന്നെ LED ഹെഡ് ലാംപ്സ് ഇല്ല, LED ടെയിൽ ലാംപ്സ് ഇല്ല. അതുപോലെ ഈവൻ പവർ വിൻഡോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവർ 2-3 പവർ വിൻഡോസ് ചെക്കലിൽ വെച്ചിട്ടുണ്ട്. സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വണ്ടി എടുത്താൽ അതിൻ്റെ അകത്ത് 7 പവർ വിൻഡോസ് സ്വിച്ചായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഡ്രൈവർ സൈഡിൽ 4 വിൻഡോസ് കൺട്രോൾ ചെയ്യാനുള്ള 4 സ്വിച്ച് ഉണ്ടാവും. പിന്നെ പാസഞ്ചർ സൈഡിൽ ഒരെണ്ണം, ബാക്കിൽ ഓരോ ഡോറിലായിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ടാവും. ടോട്ടൽ 7 ആയി. ഈ വണ്ടികളുടെ കേസെടുക്കുകയാണെങ്കിൽ അതിപ്പോൾ C3 ആയാലും C3 എയർക്രോസ് ആയാലും ഡ്രൈവറിൻ്റെ സൈഡിൽ 2 പവർ വിൻഡോ സ്വിച്ച് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചറിൻ്റെ അകത്ത് ഒരെണ്ണം ഉണ്ടാവും. പിന്നെ നടുവിലായിട്ട് ബാക്കിലത്തെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനായിട്ട് 2 സ്വിച്ച് ഉണ്ടാവും. അതായത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 5 പവർ വിൻഡോ സ്വിച്ച് മാത്രമേ ഇവരുടെ വണ്ടികളിൽ വരുന്നുള്ളൂ. ബാക്കി 2 പ്രൈസ് അവർ ലാഭിച്ചു. ഇങ്ങനെ കുറേ ചെറിയ സംഭവങ്ങളൊക്കെ ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ ഒന്നും ഈ വാഹനങ്ങളിലില്ല. ഇൻഫാക്റ്റ് അവർ C3 കൊടുത്തിരിക്കുന്ന സ്ക്രീൻ തന്നെ, അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെ വളരെ മോശമാണ്. അതൊരു അതായത് മോണോക്രോം കളറിൽ വരുന്ന ഒരു TFT ഡിസ്പ്ലേ ആണ്. ഭാഗ്യത്തിന് C3 എയർക്രോസിലേക്ക് വന്നപ്പോഴേക്കും അവർ നന്നാക്കി ഒരു കളർ TFT ഡിസ്പ്ലേ ആക്കി. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ C3X വരുമ്പോഴേക്കും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവർ ചെയ്ത ആ മണ്ടത്തരം, അതായത് ഫീച്ചേഴ്സ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന സംഭവം മൊത്തത്തിൽ മാറ്റിയിട്ട് അവരൊന്നുകൂടെ വണ്ടി ഒന്ന് റീ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്. പുതിയ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വെക്കാൻ നോക്കുന്നുണ്ട്. പണ്ട് ഈ വണ്ടി അവർ ഒറിജിനലി ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചിരുന്നതിലും ഫീച്ചേഴ്സും കൂടുതൽ കൊടുത്താണ് അവരിപ്പോൾ ഈ വണ്ടി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ വരും. അതായത് ഓട്ടോ AC ഇതിനകത്ത് ഇനി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പവർ വിൻഡോ സ്വിച്ചിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു കോസ്റ്റ് കട്ട് ഇല്ലായിരിക്കും. അതുപോലെ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അവൈലബിൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ LED ഹെഡ് ലാംപ്സ് മുതലായ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് ഇനിയും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ വളരെ ബേസിക് സംഭവമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഗ്രാൻഡറായിട്ട് എടുക്കുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. മിക്ക വണ്ടികളിലും ഉണ്ട്. ഈവൻ ഇത്തരം പ്രൈസ് കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളൊരു 8-9 lakhs ഒക്കെ ഓൺ റോഡ് വരുന്ന വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഇതിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. ഈ വർഷം തന്നെയാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2024 പകുതിയോടുകൂടി ഇതവർ കാണിക്കും എന്നാണ് പറയുന്നത്. ഈ സിട്രോയിൻ്റെ കാണിക്കലും ലോഞ്ച് ചെയ്യലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇവരുടെ ഏത് വണ്ടി എടുത്താലും ഇപ്പോൾ C3 ആയാലും അതുപോലെ C3 എയർക്രോസ് ആയാലും C3 ഭയങ്കര ഗ്യാപ്പായിരുന്നു. അവർ കാണിച്ച് അത് കഴിഞ്ഞിട്ട് 6-7 മാസം കഴിഞ്ഞിട്ടാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. C3 എയർക്രോസ് ആണെങ്കിലും അവർ ആദ്യം കാണിച്ചു, പിന്നെ 3-4 മാസത്തിന് ശേഷമാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നത്. ഈ C3Xൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഈ 2024 പകുതി ആകുമ്പോഴേക്കും അവർ വണ്ടി ജസ്റ്റ് കാണിക്കും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ലോഞ്ച് ആകുമ്പോൾ മിക്കവാറും 2024 അവസാനമൊക്കെ ആവുമായിരിക്കും.
ഇതിൻ്റെ മെയിൻ റൈവൽസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ മറ്റുള്ള SUVs ആയിരിക്കില്ല. ഒരു മെയിൻ റൈവൽ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അത് ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള വാഹനമാണ്. ടാറ്റയുടെ കർവ് എന്ന് പേരുള്ള അത്രയും ആ ഒരു കോൺസെപ്റ്റ് പേരിൽ നിൽക്കുന്ന അവരുടെ അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV. അത് ടാറ്റ നമ്മുടെ ക്രെറ്റ, സെൽട്ടോസ് അതിനെയൊക്കെ കൊട്ടുകൊടുക്കാനായിട്ട് ഇറക്കാൻ പോകുന്ന വണ്ടിയാണ്. പക്ഷേ അതും ഈ പറയുന്ന ഒരു കൂപ്പേ ലൈക്ക് ഡിസൈൻ ഫോർമാറ്റിൽ ഇറങ്ങുന്ന വാഹനമായതുകൊണ്ടും അബവ് 4 മീറ്റർ ആയതുകൊണ്ടും ഈ രണ്ട് വണ്ടികളും, അതായത് C3Xഉം അതും ഏകദേശം ഒരേ വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന വണ്ടികളാണ് എന്ന് പറയാം. അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഡയമെൻഷൻസും അതുപോലെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഫോർമാറ്റും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷേ ശരിക്കും സിട്രോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ള സെഡാൻസിനോടായിരിക്കും എന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പുതിയ വെർണ, അതുപോലെ സിറ്റി, പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഈ സെഡാൻ കാറ്റഗറിയിൽ നിൽക്കുന്ന വെർട്ടസ്, സ്ലാവിയ തുടങ്ങിയ വാഹനങ്ങളൊക്കെ, ഇതായിരിക്കും ഇതിൻ്റെ മെയിൻ റൈവൽസ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഡാൻ, അതായത് ഇപ്പോൾ വെർട്ടസും സ്ലാവിയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിന് അത്യാവശ്യം നല്ല സ്വീകാര്യത കിട്ടിയത് ഗ്രൗണ്ട് ക്ലിയറൻസ് 179 mm അവർ കൊടുത്തുകൊണ്ടാണ്. പെട്ടെന്നൊന്നും അങ്ങനെ അടി തട്ടില്ല. അത്യാവശ്യം നമുക്ക് മിക്ക വൃത്തിയായിട്ട് റോഡിലൂടെയും കൊണ്ടു നടക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ ആ വണ്ടികളെടുത്തു. ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടുതലുണ്ടാകും. അതായത് 180 to 200 mm ഇടയിൽ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. C3 എയർക്രോസിന് തന്നെ 200 mm ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനേക്കാൾ കൂടിപ്പോയ ഒരു 10 mm വരെ അവർ കുറയ്ക്കായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരുപാട് താഴെ പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള സെഡാൻസിനേക്കാൾ തീർച്ചയായും വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഈ വാഹനം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഡിസൈൻ വെച്ച് വരുന്ന വാഹനങ്ങളുടെ ഒരു ഗുണം. ഈവൻ ടാറ്റ കർവിൻ്റെ ആണെങ്കിലും മെയിൻ അഡ്വാൻറ്റേജ് ഇത് തന്നെയായിരിക്കും. അവർ സംഭവം കറക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് പറയുന്നതെങ്കിലും മിക്കവാറും അതും സെഡാൻസൊക്കെ ആയിട്ട് വെച്ച് തന്നെയായിരിക്കും കൂടുതൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ടാറ്റ വാഹനത്തിന് ഒരുപാട് സെയിൽസ് ടാർഗറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതായത് ഒരു മാസം 5000-നടുത്താണ് അവരത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം സിട്രോയിൻ ഈ വാഹനം ഇറക്കുമ്പോൾ അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോഴത്തെ അവരുടെ വണ്ടികളുടെ സെയിൽസ് വളരെ മോശമാണ്. C3 ഏകദേശം 300-നടുത്തൊക്കെ വിൽക്കും. C3 എയർക്രോസ് 200-നടുത്തൊക്കെ വിൽക്കും. ഇനിയിപ്പോൾ ഇതും കൂടെ വരുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിക്ക് 1000 വണ്ടികളെങ്കിലും സെയിൽസ് ടാർഗറ്റ് അവർക്ക് ഇടാൻ പറ്റിയില്ല എങ്കിൽ, സെയിൽസ് ടാർഗറ്റ് ഇടുന്നല്ല, അവർക്ക് വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൽ ഒരു കാര്യമില്ല എന്ന് പറയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു ബേസിക് സെയിൽസ് വേണമല്ലോ ഈ പ്രൈസിലുള്ളത്. എന്നാലല്ലേ കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വിറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫീച്ചേഴ്സ് കൊടുക്കുമ്പോഴാണ് അറിയേണ്ടത് ആൾക്കാർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. പിന്നെ മറ്റുള്ള വാഹനങ്ങളിലും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. C3-ലാണെങ്കിലും C3 എയർക്രോസിലാണെങ്കിലും 2024 പകുതി ആകുമ്പോഴേക്കും ഒരു അപ്ഡേറ്റ് വരും. അതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് 2025 ആകുമ്പോഴേക്കും ഈ C3-യുടെയും C3 എയർക്രോസിൻ്റെയും ഫേസ് ലിഫ്റ്റും വരുന്നുണ്ട്. അതിൽ ഡിസൈനിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എന്ന് പറയുന്നു. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് ആഡ് ആവും. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ടെക്നിക്കലി ഈ വാഹനം വെൽ സോർട്ടഡ് ആണ്. പ്യൂഷോയുടെ 1.2 ലിറ്റർ പ്യുവർടെക് 110 എന്ന് പറയുന്ന ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. 3 സിലിണ്ടർ ആണ്. പക്ഷേ എന്നാലും 110 bhp 190 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് നമ്മുടെ C3 എയർക്രോസിൽ അവരൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കാണിച്ചിരുന്നു. ആ ഓട്ടോമാറ്റിക് ഇതിൻ്റെ അകത്തും വരും. അതിന് ടോർക്ക് കുറച്ച് കൂടുതലാണ്. 205 Nm ടോർക്കാണ് ആ ഒരു ഓട്ടോമാറ്റിക് വേർഷനിൽ വരുന്നത്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അവർ C3-ലും C3 എയർക്രോസിലും ഇഷ്ടം പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 എയർ ബാഗ്സ് ഇല്ല, ESP ഇല്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ, ട്രാക്ഷൻ കൺട്രോൾ, ഇതൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അതൊക്കെ ഒന്ന് ഈ വണ്ടിയിൽ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രാഷ് ടെസ്റ്റിൽ അവർക്കൊരു ആവറേജ് സ്കോറെങ്കിലും പെർഫോം ചെയ്ത് വാങ്ങാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്രാഷ് ടെസ്റ്റിലും ഫെയിൽ ആവുകയാണ്. എനിവേ, ഇതാണ് C3Xൻ്റെ പുതിയ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.